എല്ലാവർക്കും നമസ്കാരം. ഒന്നാമത്തെ മൊഡ്യൂളിലെ 8ാമത്തെ ചാപ്റ്ററായ ഹസ്ബൻഡറി ഓഫ് പെറ്റ് ബേർഡ്സ് അഥവാ ഓമനപ്പക്ഷി വളർത്തൽ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓമനപ്പക്ഷികൾ അഥവാ അലങ്കാര പക്ഷികൾ വീടുകളിൽ വിനോദത്തിനും ഓമനയായും അലങ്കാരത്തിനും വളർത്തുന്ന പക്ഷികളെയാണ് ഓമനപ്പക്ഷികൾ എന്ന് പറയുന്നത്. വർണ്ണവൈവിധ്യം കൊണ്ടും ഭംഗി കൊണ്ടും മനസ്സിന് ഉല്ലാസവും സന്തോഷവും പകരുന്ന പക്ഷികളാണിവ. ചിലതരം ഓമനപ്പക്ഷികൾക്ക് മനുഷ്യരുടെ ശബ്ദം അനുകരിക്കാനും കഴിവുണ്ട്. വളരെ നല്ല ഒരു വരുമാന മാർഗം കൂടിയാണ് ഓമനപ്പക്ഷി വളർത്തൽ അഥവാ അലങ്കാര പക്ഷി വളർത്തൽ. ഇനി വിവിധ തരത്തിലുള്ള പെറ്റ് ബേർഡ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. പ്രധാനമായും 4 തരത്തിലുള്ള പെറ്റ് ബേർഡ്സ് ആണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. ഒന്നാമത്തേത് പാരറ്റ്സ് അഥവാ പാരക്കീറ്റ്സ്, രണ്ടാമത്തേത് ഡവ്സ് ആൻഡ് പിജിയൻസ്, മൂന്നാമത്തേത് ഫിഞ്ചസ്, നാലാമത്തേത് ഫാൻസി ചിക്കൻ ബ്രീഡ്സ്. ഒന്നാമത്തേതായി പാരറ്റ്സ് ആൻഡ് പാരക്കീറ്റ്സ്. തത്തവർഗത്തിൽപ്പെട്ട പക്ഷികളെയാണ് നമ്മൾ സാധാരണയായി ഈ ഗ്രൂപ്പിൽ പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്സ്. സെൻട്രൽ ആഫ്രിക്കയിൽ നിന്നുള്ള പക്ഷികളാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്സ് അല്ലെങ്കിൽ ആഫ്രിക്കൻ ചാരത്തത്തകൾ. 36 സെന്റിമീറ്റർ വരെ വലിപ്പം വരുന്നതും വളരെയധികം ഇന്റലിജന്റ് ആയിട്ടുള്ളതുമായ ബേർഡ്സ് ആണ്. വെരി ടാലന്റഡ് ഇൻ മിമിക്കിംഗ് ഹ്യൂമൻ സ്പീച്ച് അഥവാ മനുഷ്യരുടെ ശബ്ദം അനുകരിക്കാൻ നല്ല കഴിവുള്ള പക്ഷികളാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്സ്. 50 വയസ്സ് വരെ ജീവിച്ചിരിക്കാനുള്ള കഴിവ് ഈ പക്ഷികൾക്കുണ്ട്. ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് എഗ്സ്, മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തു വരാനുള്ള സമയം 28 മുതൽ 30 ദിവസം വരെയാണ്. രണ്ടാമത്തേത് മക്കാവ്സ്. ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ്സ്. നീലയും മഞ്ഞയും കലർന്ന നിറമുള്ള മക്കാവ്സ് ആണ് സാധാരണ കേരളത്തിൽ പ്രചാരത്തിലുള്ളത്. അർജന്റീനയിൽ നിന്നുള്ള ബേർഡ്സ് ആണ് മക്കാവ്സ്. 89 സെന്റിമീറ്റർ വരെ സൈസ് വരാറുണ്ട്. 28 ദിവസമാണ് മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തു വരാനുള്ള സമയം. 50 മുതൽ 60 ദിവസം വരെ ജീവിക്കാനുള്ള കഴിവ് മക്കാവ്സിനുണ്ട്. 100 വർഷം വരെ ജീവിച്ചിരിക്കാൻ കഴിവുള്ള പക്ഷികളാണ് കോക്കറ്റൂസ്. വലിയ ബേർഡ്സ് ആണ്. കോക്കറ്റൂസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തലയുടെ ഭാഗത്തായി കാണുന്ന ക്രസ്റ്റ് ആണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബ്രീഡ് സൾഫർ ക്രസ്റ്റഡ് കോക്കറ്റു ആണ്. കോക്കറ്റീൽസ്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള വളരെ മനോഹരമായ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിവുള്ള ബേർഡ്സ് ആണ് കോക്കറ്റീൽസ്. കോക്കറ്റീൽസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വർണ്ണവൈവിധ്യമുള്ള ക്രസ്റ്റ് ആണ്. നല്ലവണ്ണം ശബ്ദം അനുകരിക്കാനുള്ള കഴിവ് കോക്കറ്റീൽസിനുണ്ട്. ഗ്രേ, പേൾ, വൈറ്റ് ഫേസ്ഡ്, സിന്നമൺ ഇവയെല്ലാം കോക്കറ്റീൽസിന്റെ വെറൈറ്റിയാണ്. സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള ബേർഡ്സ് ആണ് കൊന്യൂസ്. കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്നത് സൺ കൊന്യൂർ ആണ്. നല്ല ബുദ്ധിയുള്ള, മനുഷ്യ ശബ്ദം അനുകരിക്കാൻ നല്ല കഴിവുള്ള പക്ഷികളാണ് കൊന്യൂസ്. പാരക്കീറ്റ്സ്. നീണ്ട വാലുകളുള്ള ചെറിയ തത്തകളാണ് പാരക്കീറ്റ്സ്. ഇന്ത്യൻ റിംഗ് നെക്ഡ് പാരക്കീറ്റ്, മലബാർ പാരക്കീറ്റ്, പ്ലം ഹെഡഡ് പാരക്കീറ്റ്സ് ഇതൊക്കെ ഇന്ത്യയിലുള്ള പോപ്പുലർ പാരക്കീറ്റ്സ് ആണ്. വളരെയധികം പ്രചാരത്തിലുള്ളതാണ് ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. നീളം കുറഞ്ഞ വാലുകളുള്ള ചെറിയ തത്തകളാണ് ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. 13 മുതൽ 15 സെന്റിമീറ്റർ വരെ വലിപ്പം മാത്രമേ ഇതിന് കാണുകയുള്ളൂ. സെക്സ് ഡിഫറൻസിയേഷൻ കുറച്ച് പ്രയാസമുള്ള പണിയാണ്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള നീണ്ട വാലുകളുള്ള കളർഫുൾ പാരറ്റ്സ് ആണ് ബെഡ്ജീസ്. 18 സെന്റിമീറ്റർ വരെ വലിപ്പമുണ്ടാകാറുണ്ട്. കഴുത്തിന്റെ ഭാഗത്തായുള്ള 3 കറുത്ത ഡോട്ടുകൾ ബെഡ്ജീസിന്റെ പ്രത്യേകതയാണ്. ഡവ്സ് ആൻഡ് പിജിയൻസ്. പ്രാവ് വർഗത്തിൽപ്പെട്ട പക്ഷികളാണ് ഈ ഗ്രൂപ്പിലുള്ളത്. പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഡയമണ്ട് ഡവ്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള പക്ഷിവർഗമാണ് ഡയമണ്ട് ഡവ്. ഇതിന്റെ പ്രധാന പ്രത്യേകത
ആൺപക്ഷികളിൽ ബ്രീഡിംഗ് സീസണിൽ കണ്ണിനു ചുറ്റും ചുവന്ന വളയങ്ങൾ കാണപ്പെടുന്നു. ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് എഗ്സ് 13 ദിവസമാണ്. 13.5 സെന്റിമീറ്റർ വരെ ലെങ്ത് ഈ പക്ഷികൾക്ക് ഉണ്ടാകാറുണ്ട്. റെഡ് ടേർട്ടിൽ ഡവ്, ലാഫിംഗ് ഡവ്, മോർണിംഗ് ഡവ് ഇതൊക്കെ വിവിധ തരത്തിലുള്ള ഡവ് വെറൈറ്റീസ് ആണ്. പിജിയൻസ്, ഫാൻറ്റെയിൽ പിജിയൻ, കിങ് പിജിയൻ, പൗട്ടർ ഇതൊക്കെ പ്രധാനപ്പെട്ട പിജിയൻ വെറൈറ്റീസ് ആണ്. മൂന്നാമത്തെ വർഗത്തിൽപ്പെട്ട പക്ഷികളാണ് ഫിഞ്ചസ്. പ്രധാനമായും സീഡ്സ് ആണ് ഫിഞ്ചസിന്റെ ആഹാരം. സീഡ്സ് ക്രാക്ക് ചെയ്യാനായി വളരെ കട്ടി കൂടിയ ചുണ്ടുകൾ അല്ലെങ്കിൽ ബിൽസ് ഉള്ളത് കൊണ്ട് തന്നെ ഫിഞ്ചസിനെ ഹാർഡ് ബിൽസ് എന്നും പറയാറുണ്ട്. വില കുറഞ്ഞ ഇനം അലങ്കാര പക്ഷികളാണ് ഫിഞ്ചസ്. മനുഷ്യ ശബ്ദം അനുകരിക്കാനുള്ള കഴിവ് തീരെയില്ലാത്ത പക്ഷിവർഗമാണ് ഫിഞ്ചസ്. ഫാൻസി ചിക്കൻ ബ്രീഡ്സ് അഥവാ അലങ്കാര കോഴികൾ. പ്രധാനമായും 3 തരത്തിലുള്ള അലങ്കാര കോഴികളാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. ഫ്രിസിൽ, സിൽക്കി ആൻഡ് പോളിഷ് ക്യാപ്പ്. ഇതിൽ ഫ്രിസിലും സിൽക്കിയും ഏഷ്യൻ ബ്രീഡ്സ് ആണ്. ഫ്രിസിലിന്റെ ചിത്രം കാണാവുന്നതാണ്. സിൽക്കി ബ്രീഡ്സ് വൈറ്റ് മാത്രമല്ല ബ്ലാക്ക്, ബ്ലൂ, ഗ്രേ ഈ വെറൈറ്റീസ് എല്ലാം ഉണ്ടാകാറുണ്ട്. സിൽക്കിയുടെ വേറൊരു പ്രത്യേകത സ്കിൻ, ബീക്ക്, ബോൺസ് ആൻഡ് മീറ്റ് ഇതെല്ലാം ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് ഷെയ്ഡ് കാണാവുന്നതാണ്. അടുത്ത ഇനം അലങ്കാര കോഴിയാണ് പോളിഷ് ക്യാപ്പ്. നെതർലാൻഡ്സിൽ നിന്നുള്ള ഇനം അലങ്കാര കോഴിയാണ് പോളിഷ് ക്യാപ്പ്. ചിത്രത്തിൽ കാണുന്നത് പോലെ തലയുടെ ഭാഗത്തായി ഒരു ക്രസ്റ്റ് ഓഫ് ഫെദേഴ്സ് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പേരും വന്നിരിക്കുന്നത്. ബ്ലാക്ക്, ബ്ലൂ, ബഫ് കളർ, ഗോൾഡൻ കളർ, വൈറ്റ്, സിൽവർ ഇങ്ങനെയുള്ള വെറൈറ്റി കളേഴ്സ് ഒക്കെ പോളിഷ് ക്യാപ്പിൽ അവൈലബിൾ ആണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അലങ്കാര പക്ഷികളുടെ ഹൗസിംഗ് അഥവാ കൂട് നിർമ്മാണത്തിനെ കുറിച്ചാണ്. കൂട് നിർമ്മിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ തരത്തിലുള്ള പക്ഷികൾക്കും അനുയോജ്യമായ രീതിയിൽ വേണം കൂട് നിർമ്മാണം. നല്ല വായുസഞ്ചാരവും തണലുമുള്ളതുമായ സ്ഥലം വേണം തിരഞ്ഞെടുക്കേണ്ടത്. പാമ്പ്, എലി തുടങ്ങിയ ജീവികളിൽ നിന്ന് സംരക്ഷണം ഒരുക്കണം. വിസ്താരമുള്ളതും വിവിധ തരം പക്ഷികളെ ഒരുമിച്ച് പാർപ്പിക്കാൻ സൗകര്യമുള്ളതുമായ കൂടാണ് അഭികാമ്യം. തിരക്കുള്ള റോഡുകളിൽ നിന്ന് ദൂരെയായിരിക്കണം കൂട് നിർമ്മിക്കേണ്ടത്. പുക, അസുഖകരമായ മണങ്ങൾ എന്നിവ ഒഴിവാക്കണം. ചില അലങ്കാര പക്ഷികൾ നല്ലവണ്ണം ശബ്ദമുണ്ടാക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ അയൽക്കാർക്ക് ശല്യമുണ്ടാകാതെ നോക്കി വേണം കൂട് നിർമ്മിക്കേണ്ടത്. 2 രീതിയിലുള്ള കൂടുകൾ നിർമ്മിക്കാം. കേജസ് അഥവാ ചെറിയ കൂടുകളും ഏവിയറീസ് അഥവാ വലിയ പക്ഷി വീടുകളും. ഏവിയറീസ് പക്ഷികൾക്ക് പറന്ന് കളിക്കാനായി കൂടുതൽ സ്ഥലം ലഭ്യമാക്കുന്ന കൂടുകളാണ് ഏവിയറീസ്. ഇതിനകത്ത് പലതരം പക്ഷികളെ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. പറന്ന് കളിക്കാനായി ഒരു ഫ്ലൈറ്റ് സ്പേസും ഉറങ്ങാനും വിശ്രമിക്കാനും ആഹാരം കഴിക്കാനും ഒക്കെയായി ഒരു ഷെൽട്ടറും ഏവിയറീസിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഏവിയറി നിർമ്മിക്കുമ്പോൾ സാധാരണ രീതിയിൽ 8 അടിയിൽ കൂടുതൽ പൊക്കത്തിലാണ് നിർമ്മിക്കേണ്ടത്. പക്ഷേ ഫ്ലൈറ്റ് സ്പേസിലേക്കുള്ള വാതിൽ 4 അടിയിൽ കൂടാൻ പാടില്ല. പെട്ടെന്ന് ഒരാൾ കയറി വന്ന് പക്ഷികൾ പേടിക്കാതിരിക്കാനാണ് ഈ മുൻകരുതൽ. തറ കോൺക്രീറ്റ് ആകുന്നതാണ് നല്ലത്. പക്ഷികൾക്ക് ഇരിക്കാനുള്ള മരക്കൊമ്പിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള റഫ് സർഫസ് ഉള്ള പെർച്ചസ് ഒരേ ഹൈറ്റിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഫിഞ്ചസിന്റെ കൂട് നിർമ്മാണത്തിലാണ്. ഫിഞ്ചസിന്റെ ഫ്ലൈറ്റ് പാറ്റേൺ ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് എപ്പോഴും റെക്ടാങ്കുലർ കേജസ് തന്നെ നിർമ്മിക്കണം. അല്ല സർക്കുലർ പാറ്റേണിലുള്ള കേജാണ് നിർമ്മിക്കുന്നതെങ്കിൽ പക്ഷികൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്നതാണ്. ഫീഡിംഗ് ആഹാരരീതി. അലങ്കാര പക്ഷികളെ ആഹാരരീതി അനുസരിച്ച് 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ഗ്രെയിൻ ഈറ്റേഴ്സ്. ഡവ്സ്, പിജിയൻസ്, പാരറ്റ്സ് ഒക്കെ ഗ്രെയിൻ ഈറ്റേഴ്സ് ആണ്. രണ്ടാമത്തേത് ഹണി ഡ്രിങ്കേഴ്സ്, എക്സാമ്പിൾ മൈന. മൂന്നാമത്തേത് ഇൻസെക്റ്റ് അല്ലെങ്കിൽ വേം ഈറ്റേഴ്സ്. ഫിഞ്ചസ് ഇൻസെക്റ്റ് അല്ലെങ്കിൽ വേം ഈറ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പിൽ വരുന്ന പക്ഷികളാണ്.
ആഹാരരീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തീറ്റയുടെ 85% വരെ ഗ്രെയിൻസ് അല്ലെങ്കിൽ സീഡ്സ് ഉൾപ്പെടുത്തണം. ശരീരഭാരത്തിന്റെ 15% വരെ തീറ്റ കൊടുക്കാവുന്നതാണ്. സാധാരണ രീതിയിൽ നിലക്കടല, ലിൻസീഡ്, പൈൻ സീഡ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്സ്, മില്ലറ്റ് അഥവാ ചെറുധാന്യങ്ങൾ, റൈസ് ഇതൊക്കെയാണ് ഓമനപ്പക്ഷികളുടെ തീറ്റയിൽ ഉൾക്കൊള്ളിക്കുന്നത്. സുന്ദരമായ ശരീരവും വർണ്ണവൈവിധ്യമുള്ള തൂവലും ലഭിക്കുന്നതിനായി വൈറ്റമിൻസ്, മിനറൽസ്, അമിനോ ആസിഡ്സ്, ഫാറ്റ്, പ്രോട്ടീൻ തുടങ്ങിയ എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ലഭ്യമാക്കേണ്ടതാണ്. ഇതിനുവേണ്ടി പലതരത്തിലുള്ള പച്ചിലകളും പച്ചമുളക്, മത്തൻ, ക്യാരറ്റ് പോലുള്ള പച്ചക്കറികളും മാതളം, പപ്പായ, വാഴപ്പഴം തുടങ്ങിയ പഴങ്ങളും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പഴുക്കാത്ത പഴങ്ങൾ ദഹനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ ഒഴിവാക്കേണ്ടതാണ്. വെള്ളത്തിന്റെ അംശം കൂടിയതും അസിഡിറ്റി കൂടിയതുമായ പാഷൻ ഫ്രൂട്ട് പോലെയുള്ള പഴങ്ങളും ഒഴിവാക്കേണ്ടതാണ്. ഗിസാർഡിന്റെ ഗ്രൈൻഡിംഗ് ആക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിനായി ഷെൽ ഗ്രിറ്റ്, ചെറിയ കല്ലുകൾ എന്നിവ കൊടുക്കണം. മല്ലിയില, തുളസിയില, കണവനാക്ക് അഥവാ കട്ടിൽ ഫിഷ് ബോൺ, പപ്പായ ഇല എന്നിവ കൊടുക്കുന്നതിലൂടെ ആവശ്യത്തിന് മിനറൽസ് കിട്ടുന്നതാണ്. ഇനി അടുത്തതായി പഠിക്കാൻ പോകുന്നത് ഡിസീസസ് ഓഫ് പെറ്റ് ബേർഡ്സ്, അലങ്കാര പക്ഷികളിൽ കാണുന്ന അസുഖങ്ങൾ. ആദ്യത്തേത് സോർ ക്രോപ്പ്. ഭക്ഷണം ക്രോപ്പിന്റെ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് സോർ ക്രോപ്പ്. 4 കാരണങ്ങൾ കൊണ്ട് സോർ ക്രോപ്പ് ഉണ്ടാകാം. ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരം കൊടുക്കുന്നത് കാരണം, അധികമായി ആഹാരം ഉള്ളിൽ ചെന്ന് ക്രോപ്പ് ഓവർ സ്ട്രെച്ച് ആകുന്നത് കാരണം, ബാക്ടീരിയൽ, വൈറൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് കാരണം, അല്ലെങ്കിൽ 4മത്തേതായി അന്യവസ്തുക്കൾ, പ്ലാസ്റ്റിക്, ആണികൾ അതുപോലെയുള്ള അന്യവസ്തുക്കൾ, ഫോറിൻ ബോഡീസ് ക്രോപ്പിന്റെ ഉള്ളിൽ കുടുങ്ങുന്നത് കാരണം. എഗ് ബൗണ്ട്. ക്ലോയാക്കൽ റീജിയണിലോ അല്ലെങ്കിൽ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഉൾഭാഗത്ത് എവിടെയെങ്കിലുമോ വച്ച് മുട്ട കുടുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് എഗ് ബൗണ്ട്. ലവ് ബേർഡ്സ്, കോക്കറ്റീൽസ്, ബഡ്ജീസ്, ഫിഞ്ചസ് തുടങ്ങിയ ചെറിയ പക്ഷികളിലാണ് എഗ് ബൗണ്ട് കൂടുതലായി കാണുന്നത്. ശരീരത്തിനുള്ളിൽ വെച്ച് ഈ മുട്ട പൊട്ടിപ്പോയാൽ അണുബാധയ്ക്കും മരണത്തിനും വരെ കാരണമായേക്കാവുന്ന ഒരു സീരിയസ് കണ്ടീഷനാണിത്. എഗ് ബൗണ്ടിന്റെ കാരണങ്ങൾ ഹൈപ്പോകാൽഷ്യമീയ അല്ലെങ്കിൽ ശരീരത്തിനുള്ളിൽ, രക്തത്തിനുള്ളിൽ കാൽഷ്യം കുറഞ്ഞു പോകുന്നു, ലിമിറ്റഡ് സൺലൈറ്റ്, ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടാതിരിക്കുക, മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷകക്കുറവ്, പ്രോട്ടീൻ ഡെഫിഷ്യൻസി, മാംസ്യത്തിന്റെ കുറവ്, സെഡന്ററി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ എക്സസൈസിന്റെ കുറവ്, ഇതെല്ലാം എഗ് ബൗണ്ടിന് കാരണമാവുന്നതാണ്. സാധാരണയായി കാണുന്ന അസുഖ ലക്ഷണങ്ങൾ വിശപ്പില്ലായ്മ, ഡിപ്രഷൻ, അബ്ഡോമിനൽ സ്ട്രെയിനിങ്, കൂടിന്റെ ഒരു ഭാഗത്തായി തൂങ്ങി നിൽക്കുക, ഇതൊക്കെയാണ്. സിറ്റക്കോസിസ് അഥവാ പാരറ്റ് ഫീവർ അല്ലെങ്കിൽ ഓർണിത്തോസിസ്. തത്തവർഗത്തിൽപ്പെട്ട പക്ഷികളിൽ കാണുന്ന ഒരു സൂനോട്ടിക് ഡിസീസ് ആണ് സിറ്റക്കോസിസ്. സൂനോട്ടിക് ഡിസീസ് എന്ന് വെച്ചാൽ തത്തകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാൻ കഴിവുള്ള അസുഖമാണിത്. ക്ലമീഡിയ സിറ്റാസി എന്നുള്ള ബാക്ടീരിയയാണ് ഈ അസുഖത്തിന് കാരണമാകുന്നത്. പക്ഷികളിൽ കാണുന്ന അസുഖ ലക്ഷണങ്ങൾ കണ്ണിലെ നീർക്കെട്ട്, ശ്വാസമെടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്, ഡ്രോപ്പിംഗ്സ് അല്ലെങ്കിൽ കാട്ടം വെള്ളം പോലെ പോകുന്നത്. കാട്ടത്തിൽ കാണുന്ന വെളുത്ത ഭാഗം സിറ്റക്കോസിസ് ഉള്ള പക്ഷികളിൽ പച്ച കളറായിട്ടായിരിക്കും കാണുന്നത്. മക്കാവ്, കോക്കറ്റിൽ, ബഡ്ജറിഗർ, പിജിയൻ ഇതിലെല്ലാം ഈ അസുഖം കാണാവുന്നതാണ്. ഹസ്ബൻഡറി ഓഫ് പെറ്റ് ബേർഡ്സ് അഥവാ ഓമനപ്പക്ഷി വളർത്തൽ എന്ന ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. ക്വസ്റ്റ്യൻസ്. ഡിസ്ക്രൈബ് അബൌട്ട് ദ ഫീഡിംഗ് ഓഫ് പെറ്റ് ബേർഡ്സ്. ഓമനപ്പക്ഷികളുടെ ആഹാര രീതിയെക്കുറിച്ച് വിശദീകരിക്കുക. കമന്റ് ഓൺ ദ കേജിംഗ് റിക്വയർമെന്റ്സ് ഓഫ് പെറ്റ് ബേർഡ്സ്. ഓമനപ്പക്ഷികളുടെ കൂട് നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. ലിസ്റ്റ് ഔട്ട് ദ കോസസ് ഫോർ സോർ ക്രോപ്പ്. സോർ ക്രോപ്പ് എന്ന അസുഖത്തിന്റെ കാരണങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ആക്ടിവിറ്റി. കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് പെറ്റ് ബേർഡ്സ് ആൻഡ് കാറ്റഗറൈസ് ദം ഇൻടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. വിവിധ തരത്തിലുള്ള ഓമനപ്പക്ഷികളുടെ ചിത്രങ്ങൾ ശേഖരിക്കുകയും അവയെ വിവിധ വിഭാഗങ്ങളിലായി തരംതിരിക്കുകയും ചെയ്യുക.